ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് ലഡുവിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരറ്റ് ലഡുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3 കപ്പോളം വരും. നമ്മൾ തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ള നെയ്യിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ ക്യാരറ്റും നെയ്യും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യും ക്യാരറ്റും കൂടി നല്ല രീതിയിൽ മിക്സായിട്ട് നന്നായി യോജിച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാൽ ഒഴിച്ച് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പാലൊന്ന് വറ്റി വരണം. ക്യാരറ്റിലേക്ക് ഈ പാലൊക്കെ നല്ല രീതിയിലൊന്ന് പിടിച്ചതൊന്ന് വറ്റി വരണ വരേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പാലൊക്കെ നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഇത്ര ആവശ്യമില്ലെങ്കിൽ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഇനി അതും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതൊന്ന് ലൂസായിട്ട് വരും. അപ്പോൾ വീണ്ടും അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഡ്രൈ ആവണ വരേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് കുറേശ്ശെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ അത് ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 3-4 ഏലക്കായ തൊലി കളഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഇനി വീണ്ടും നന്നായി ഇളക്കി കൊടുത്ത് ഇതിപ്പോൾ നല്ല ഒരു ഡ്രൈ ആയ സ്റ്റേജിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂസ് ഒന്ന് ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉണക്കമുന്തിരി ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറി വരുമ്പോൾ ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ലഡു തയ്യാറായി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.